എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്നുമല്ല, +2 സേ പരീക്ഷ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു. അതുമായി ബന്ധപ്പെട്ട് തോറ്റ വിദ്യാർത്ഥികൾക്ക്, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ അതിന്റെ റീവാലുവേഷനോ അല്ലെങ്കിൽ സ്ക്രൂട്ടണി, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക കുട്ടികളും റീവാലുവേഷന് വേണ്ടിയിട്ടായിരിക്കും അപേക്ഷ കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഒരു പരീക്ഷ എഴുതാൻ വയ്യ എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും ആശങ്ക ലഭിക്കുന്ന അല്ലെങ്കിൽ ആശങ്കയ്ക്ക് ഒരു ഒടുക്കം കിട്ടുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും റീവാലുവേഷന് കൊടുത്തിട്ടുണ്ടാവുക. മാത്രമല്ല, ഹയർ സ്റ്റഡി സാധ്യമാവണമെങ്കിൽ ഈ റീവാലുവേഷന്റെ റിസൾട്ട് ലഭിക്കുകയും വേണം. അപ്പോൾ റീവാലുവേഷന്റെ റിസൾട്ട് എന്നാണ് വരാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചും എന്താണ് ഈ റീവാലുവേഷന്റെ നിജസ്ഥിതി എന്നതിനെ സംബന്ധിച്ചുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം റീവാലുവേഷന്റെ റിസൾട്ട് എന്നുണ്ടാകും എന്നാണ്. ഓക്കെ, നിലവിലെ ഒരു സ്റ്റാൻഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് റീവാലുവേഷന്റെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, ഒട്ടുമിക്ക വിഷയങ്ങളുടെയും റീവാലുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില വിഷയങ്ങളുടെ, ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങളുടെയൊക്കെ റീവാലുവേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിപ്പോ സെക്കൻഡ് ടേം, അതായത് സെക്കൻഡ് തേർഡ് ടയർ റിവാലുവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് മൂന്നാം ഘട്ട ആണ് അതിന്റെ റിവാലുവേഷനിലാണ് ഇപ്പോ ടീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ അതും കൂടെ കഴിഞ്ഞാൽ മിക്കവാറും റിവാലുവേഷന്റെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നമുക്ക് എന്തുണ്ടാകും, റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം.